ഒരു ലൈവ് യൂട്യൂബറിൻ്റെ കാസ്റ്റത്തിൽ കയറി ആണ്. അതിൽ നമ്മൾ കളിക്കും. എനിക്കിതിൽ ആരെയും അറിയത്തില്ല ഗൈസ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റെക്സ് ബ്രോ ഇങ്ങനെ കമൻറ്റിൽ കണ്ടുവെന്നല്ല എനിക്ക് ഇവനെ അറിയുന്നുണ്ടായില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്ത് ലൈക്ക് അടിച്ച് കൂടെ ഗൈസ്. നമുക്ക് സബ്ബൊന്നും ഇല്ല ഗൈസ്, കമ്മിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം ഗൈസ്. അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ എല്ലാ സ്കോഡിൻ്റെയും ഇങ്ങനെ പറയുന്നവരിക്കാണ്. അപ്പോൾ നമ്മുടെ സ്കോഡും പറഞ്ഞ് റെക്സ് ബ്രോൻ്റെ ടീം. അപ്പോൾ ഞാനിവിടെയാണ് ഇറങ്ങിയത്. അവരൊക്കെ റഷ് അടിക്കാൻ വേണ്ടി പോയത്. ഞാൻ അവർക്ക് സപ്പോർട്ടിന് വേണ്ടിയാണ്ടാണ് ഇവിടെ ഇറങ്ങി ടോക്കനൊക്കെ കൊടുത്ത് അവർ ഇനി എലിമിനേറ്റ് ആവുകയാണെങ്കിൽ അവരെ പൊക്കി കൊടുക്കുക എന്നൊരിതിൽ ഞാൻ ഇറങ്ങിയതാണ് ഇവിടെ. എനിക്ക് റഷ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ 4 ആളും കൂടി എലിമിനേറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഹോൾഡപ്പായി കളിക്കാമെന്ന് കരുതിങ്ങാണ്ട് ഇവിടെ ഇറങ്ങി ലൂട്ടൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ ഗൺസൊക്കെ തപ്പി ഇവിടുന്ന് ഗണ്ണെടുത്ത് നേരെ അടിയിലേക്കാണ് പോകാൻ പോകുന്നത്. എന്നിട്ട് അവിടുത്തെ ടോക്കനൊക്കെ എടുത്ത് ഒരു 20 പ്ലേ ഹോൾഡ് വരെ ഒന്ന് അവിടെ നിന്ന് ഇനി ഇവർ എലിമിനേറ്റ് ആവുകയാണെങ്കിൽ ഇവരൊക്കെ ഒന്ന് റിവൈവ് ചെയ്ത് സെറ്റാക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പത്തിന് റെക്സ് ബ്രോയും ടീംമേറ്റ്സൊക്കെ കില്ലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സപ്പോർട്ടിനായതുകൊണ്ട് ഞാൻ അങ്ങനെ റഷ് അടിച്ചിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഹോൾഡ് ആയിട്ടുണ്ട് ഈ റൂം. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ചിരുന്ന് കാണണം. കാരണം ലാസ്റ്റ് ആ 2 സിറ്റുവേഷനിൽ 1v1 സിറ്റുവേഷനിൽ റെക്സ് ബ്രോ പരമാവധി നമുക്ക് എടുക്കാൻ നോക്കിയിട്ടുണ്ട് ഗൈസ്. ബട്ട് അവൻ ബ്ലൂ വാളിൻ്റെ ഉള്ളിൽ കൂടി എനിമി റൊണാൾഡോ RC റൊണാൾഡോ ആ പ്ലെയർ ബ്ലൂ വാളിൻ്റെ ഉള്ളിൽ കൂടി MI2B കൊണ്ട് അടിച്ച് അങ്ങനെ ഞങ്ങൾ റെക്സ് ബ്രോ എലിമിനേറ്റ് ആയി. അല്ലെങ്കിൽ ആ കളി ഞങ്ങൾ എടുക്കേണ്ടതാണ്. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അത് തോറ്റ് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ടില്ല. അത് അപ്പം നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു MI2B ആണെന്ന്. ഒരു ഗ്ലൂ വാളും കൂടി ഇട്ടിരുന്നെങ്കിൽ ആ റൗണ്ട് എടുക്കായിരുന്നു റെക്സ് ബ്രോക്ക്. കാരണം റെക്സ് ബ്രോ അത്യാവശ്യം അടിപൊളിയായി കളിക്കുന്നുണ്ട്. നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അറിയാം. റെക്സ് ബ്രോ ഇങ്ങനെ നോക്കും കില്ലിടുന്ന 9 കില്ല് റെക്സ് ബ്രോ മാച്ചിൽ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം ഗൈസ്. ഞാൻ എനിക്കല്ലേ റെക്സ് ബ്രോക്കാണ് താങ്ക്സ് പറയാനുള്ളത്. കാരണം റെക്സ് ബ്രോ ഇല്ലെങ്കിൽ ഞങ്ങൾ 2 പോയിൻ്റ് വരെ എത്തത്തില്ല. ഞങ്ങൾ എലിമിനേറ്റ് ആവേണ്ടിയാണ്. കാരണം റെക്സ് ബ്രോ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്താണ് ഞങ്ങൾക്ക് വേണ്ടി കളിച്ച് സപ്പോർട്ട് ചെയ്ത് നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ടിങ് ആയി കളിച്ച് ഇവിടെ ഇനി അവരൊക്കെ എലിമിനേറ്റ് ആവുന്നുണ്ട്. ആ ചാൻസ് അല്ല, ആ നിമിഷം ഞാൻ അവരൊക്കെ പൊക്കി വിട്ട് അവർ റെക്സ് ബ്രോനെ മൈക്കുണക്കി ഇപ്പോൾ സംസാരിക്കണം. അതിൽ കാണുന്നില്ല, അതെനിക്കറിയത്തില്ല. റെക്സ് ബ്രോനെ കൊണ്ട് മലയാളിയാണോ ചോദിച്ച് കോട്ടയാണ് സ്ഥലം എന്നോട് ചോദിച്ച് ഞാൻ മലപ്പുറമാണ്. അപ്പോൾ മലപ്പുറമാണല്ലേ പറഞ്ഞു ഗൈസ്. എന്നിട്ട് ഞാനും റെക്സ് ബ്രോയും ഒരു കോംബോ ആയിട്ടും മറ്റു 2 പേരും മലയാളിയാണ്, ഫുൾ മലയാളിയാണ് ഈ മാപ്പിൽ. അതായത് ഒരു യൂട്യൂബർ മലയാളി, സ്ട്രീമിങ്ങിൽ മലയാളീസ് ആണ്. അപ്പോൾ റെക്സ് ബ്രോ കുറച്ച് കഴിഞ്ഞ് നോക്കാവും. ഞാൻ ഇവിടെ ഹോൾഡപ്പ് ചെയ്ത് കളിക്കുകയാണ്. ഞാൻ ഇമോട്ട് ഇടുന്നുണ്ട്. അത് ആ യൂട്യൂബർ തന്നെ, അതായത് ഞങ്ങളെ സ്കോഡിനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇമോട്ട് ഇട്ട് കണ്ടിരിക്കുന്നു. അല്ല വേറൊന്നും അല്ല ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇനി 2ാം നമ്പറിനെ പൊക്കണമെന്ന് കരുതി നിൽക്കുമായിരുന്നു. അവർ പൊക്കുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഈ ടൈമിലാണ് ഞാൻ അവരെ പൊക്കാൻ പോകുന്നത് ഗൈസ്. അവർ 2 പേരെയും ഞാനിപ്പോൾ പൊക്കും. റെക്സ് ബ്രോ പെട്ടെന്ന് തന്നെ നോക്കാവും. ഇപ്പോഴല്ല, 2 സെക്കൻഡ് ഹോൾഡായിട്ടാണ് തോന്നുന്നുണ്ട്. റെക്സ് ബ്രോവും കൂടി ഇവിടെ എലിമിനേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇമോട്ട് ഇടുന്നത് വേറെ
ആ യൂട്യൂബർ ചേച്ചി ഞങ്ങളെ സ്പെക്റ്റിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ഒരു ഇതിന് ഞാൻ ഇമോട്ടിട്ട് കൊണ്ടിരിക്കുകയാണ് ഗൈസ്, വേറൊന്നുമല്ല. അപ്പോൾ നമ്മളൊരു കില്ലാടിയാണെന്ന് അവരിങ്ങനെ പറയും, അങ്ങനെ ഇതുകൊണ്ട് ഞാൻ ഇട്ടാണ്, വേറൊന്നുമല്ല ഗൈസ്. എല്ലാവരും സബ് ചെയ്ത് ലൈക്ക് അടിച്ച് കൂടെ നിൽക്കുക ഗൈസ്. ഞാൻ പറഞ്ഞതുപോലെ കണ്ടോ അവരിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റെക്സ് ബ്രോയും കൂടി എലിമിനേറ്റ് ആയി ഞാൻ ഇപ്പോൾ പൊക്കാൻ പോവാണ്. അപ്പോൾ എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. റെക്സ് ബ്രോ കൂടി ഇവിടെ ഇറങ്ങും, 2-ാം നമ്പറും ഇങ്ങോട്ട് വരും തോന്നുന്നു. 2-ാം നമ്പർ അത്ര ആക്റ്റീവ് അല്ല ഗൈസ്. അവൻ നമ്മളോട് മൈക്കോണാക്കി വർത്താനം പറയുന്നില്ല, പിന്നെ അവൻ ഞങ്ങൾക്ക് വല്ല സപ്പോർട്ടും തരുന്നില്ല. സപ്പോർട്ടുണ്ട്, പക്ഷേ റെക്സ് ബ്രോൻ്റെ അത്ര സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരാൾ തന്നെയാണ് റെക്സ് ബ്രോ. പിന്നെ ആ ചേച്ചീൻ്റെ സ്ട്രീമിങ്ങിൽ ലാസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം റെക്സ് ബ്രോ എത്രത്തോളം കളിച്ചിട്ടുണ്ട്, റെക്സ് ബ്രോ എങ്ങനെയാണെന്നൊക്കെ. അതായത് അത്യാവശ്യം ആ മാപ്പിൽ കളിച്ചിലെ ഏറ്റവും നല്ലൊരു പ്ലെയറായിരുന്നു റെക്സ് ബ്രോ. അതെന്തോ ഭാഗ്യത്തിന് എൻ്റെ ടീംമേറ്റായി, അല്ലെങ്കിൽ ഇപ്പോൾ റെക്സ് ബ്രോ എന്നൊക്കെ എലിമിനേറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും റെക്സ് ബ്രോയും കൂടി ഇങ്ങനെ ഹോൾഡപ്പാക്കി, ഞാൻ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഹോൾഡപ്പാക്കി കുറച്ച് പ്ലേയേഴ്സൊക്കെ എലിമിനേറ്റായി ലാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് റഷ് അടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഹോൾഡാക്കി ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലൂട്ടടിച്ച്, എൻ്റെ ലൂട്ട് ഓൾറെഡി ഫുള്ളാണ്. റെക്സ് ബ്രോ ഇപ്പോൾ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അവ വീട്ടിലൊന്നും ഉണ്ടായില്ല, ഞാൻ ഇറങ്ങി ലൂട്ടടിക്കുന്നത് നിങ്ങൾ കണ്ടാണ് ഗൈസ്. അപ്പം ഞാൻ കുറച്ച് ഹോൾഡാക്കി റെക്സ് ബ്രോൻ്റെ ഒപ്പം കുറച്ച് സപ്പോർട്ട്, അതായത് ഇനി എനിമി വരികയാണെങ്കിൽ കുറച്ച് സപ്പോർട്ടിങ്ങിലേക്ക് നിന്ന് സെറ്റായി കളിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ സോൺ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ മെല്ലെ കയറലൊടുത്തി. ഇപ്പം തന്നെ ഏകദേശം 30 പ്ലേയേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. 30 സംതിങ് അല്ല, 20 സംതിങ് ഉള്ളൂ, കാരണം ഞങ്ങളെ കൂടി കൂട്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഒരു പാർട്ട് 2 വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഇമോർത്തുനിന്ന് വേറെ ഒന്നും കൊണ്ടല്ല യൂട്യൂബർ ചേച്ചി അതായത് ഞങ്ങളുടെ ടീമിനെ സ്പെക്റ്റിരിക്കുന്നുണ്ടെന്ന് റെക്സ് ബ്രോ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഇതിന് വേണ്ടി ഇമോട്ടിട്ടാണ് ഗൈസ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ, അതിന് വേണ്ടി ഇമോട്ടിട്ടാണ്, വേറെ ഒന്നുമല്ല ഗൈസ്. ഒരു ഫണ്ണി ആയിട്ട് ഈ റൂം അടക്കി നമ്മൾ ഫണ്ണി ആയിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്, സീരിയസ് ഒന്നുമല്ല. റെക്സ് ബ്രോ കുറച്ച് പവർഫുൾ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ 2 ആയി, അതായത് 2-ാം സ്ഥാനമായി. അങ്ങനെ തന്നെ ഫുൾ ക്രെഡിറ്റും റെക്സ് ബ്രോക്കാണ്. ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നൊന്നും അതായത് ബ്രോക്ക് അറിയത്തില്ല. എന്തായാലും ബ്രോ എനിക്ക് എന്നെ പരിചയമുള്ളൂ, ഞങ്ങൾ ഈ റൂമിൽ അത് കഷ്ടത്തിലൊന്ന് പരിചയപ്പെട്ടു. പക്ഷെ ബ്രോ എന്നെ അറിയുന്നത് പോലെ സപ്പോർട്ട് ചെയ്തിരുന്നത് എനിക്ക് അത്ര നല്ല സന്തോഷമായി ബ്രോനെ കൊണ്ട്. ബട്ട് ആ ബ്രോൻ്റെ UID എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് ഫുള്ളായിരുന്നു. അതായത് ബായ്മാരൊക്കെ കയറ്റി ഗൈസ്. ഞാൻ ഒരു CS റാങ്ക് ബുഷറാണ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് സ്ട്രീം യൂട്യൂബറിൻ്റെ ലൈവിൽ കൂടി ഇങ്ങനെ കഷ്ടം കളിക്കുന്ന ഒരു ഫണ്ടിന് വേണ്ടി, ഒരു എൻജോയ്മെൻറ്റ്, വീഡിയോ എടുക്കാൻ ക്ലിച്ചും കിട്ടും, അങ്ങനെ ഞാൻ വെറുതെ ഇടുന്നതാണ് ഗൈസ്. വെറുതെ അല്ല, നിങ്ങളും കൂടെ ഒന്ന് കാണട്ടെന്ന് കരുതി. ആ ചേച്ചി അത്യാവശ്യം 7.4K സബിലൊരു അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് ആ ചേച്ചി. നല്ലൊരു യൂട്യൂബർ തന്നെയാണ്. അപ്പം റെക്സ് ബ്രോ കുറച്ച് അങ്ങ് മുന്നിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇവരൊന്നും ഇങ്ങോട്ട് വിളിച്ചാൽ നോക്കിയതാണ്, പക്ഷെ അവരൊന്നും വരുന്നില്ല. റെക്സ് ബ്രോ തന്നെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്, കണ്ടില്ലേ. ഞാൻ അങ്ങോട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ റെക്സ് ബ്രോ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇവിടെ വെച്ച് ചെറിയ ഫൈറ്റൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഞങ്ങളാരും അതിൽ എലിമിനേറ്റ് ആവില്ല. 2-ാം നമ്പർ അതിൽ എലിമിനേറ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം 2-ാം നമ്പർ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടൊന്നുമില്ല, ഒപ്പം കളിക്കുന്നുള്ളൂ, വലിയ സപ്പോർട്ടിങ്ങിലൊന്നും ആയില്ല ആ പ്ലെയർ. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഹോൾഡാക്കി ഇങ്ങനെ കളിച്ചു, കാരണം പ്ലേയേഴ്സ് ഇങ്ങനെ പൊക്കി ഒളിഞ്ഞുകൊണ്ട് ഗൈസ്. 33 അലവ് ഇപ്പോഴും ഉണ്ട്. ഇവിടെ എനിമി ഉണ്ടായിരുന്നു, ഞാൻ അടിക്കാൻ നോക്കി, കുറച്ച് ഡാമേജ് എടുക്കത്തിന് 2-ാം നമ്പർ ആയെന്ന് നോക്കാത്തിട്ടുണ്ട്. ഞാൻ ഇമോട്ടിട്ട് ഒരു ആ പ്ലെയറിനെ ക്ഷമിപ്പിക്കാം എന്ന രീതിയിലല്ല, ജസ്റ്റ് ഫണ്ണി ആയിട്ട് ഞാനൊന്ന് ഇമോട്ടിട്ടതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് പാർട്ട് 2 ആണ്ടി വരും. ഞങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ടോപ്പ്
ഓപ്പ് 2 ഇല്ലേ, ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. നിങ്ങളൊന്ന് സബ് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് ഇതിൽ തന്നെ എല്ലാ വീഡിയോ ഒന്ന് ഇതാക്കാം, പറഞ്ഞ് തീർക്കാൻ പറ്റുമായിരിക്കും ഗൈസ്. ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ഓൾഡാക്കി, ഇവിടെയും ചെറിയ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റെക്സ് ബ്രോ ഇങ്ങോട്ട് നിൽക്കുക പറഞ്ഞപ്പോൾ ഞാൻ ഈ മതിലിൻ്റെ പവർ എടുത്ത് നിന്നു. ഇതാ ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. ഞാൻ ഇതാക്കിയാൽ നോക്കി, അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു കില്ല് കിട്ടി. പിന്നെ ഞാൻ ലൂട്ടാൻ നേരത്താണ് ഇവിടെ കുറേ ഇനിയുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ റെക്സ് ബ്രോനോട് പറഞ്ഞു, നമുക്ക് അപ്പുറത്തെ കുറച്ച് സോണിൻ്റെ ഉള്ളിലേക്ക് വലിയ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സോണിൻ്റെ ഉള്ളിൽ കയറാൻ നല്ല സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഉള്ളിലേക്ക് കയറി. അപ്പത്തിന് 2 നമ്പർ ഞങ്ങളെ പിന്നാലെ വന്നു. പിന്നെ ഇവിടെ എടുത്ത് അവിടെ ഫൈറ്റ് ഉണ്ടായിരുന്നു. ആ യൂട്യൂബറിൽ ഇത് കറക്റ്റ് ഉണ്ട് ഈ ഫൈറ്റൊക്കെ. ഞാനും റെക്സ് ബ്രോ കൂടി ഫൈറ്റ് എടുത്തു. റെക്സ് ബ്രോക്കാണെങ്കിൽ കിട്ടി. എന്നാലും സന്തോഷം മാത്രമേ ഉള്ളൂ ഗൈസ്, ഒരു സന്തോഷം. കാരണം ആ ബ്രോ അത്രക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ്. പക്ഷേ ആ ബ്രോ എല്ലുകൊണ്ട് കാരണം ഞങ്ങൾ സെക്കൻഡ് 2 വരെ പിടിച്ച് നിന്ന് ആ യൂട്യൂബർ ഞങ്ങളെ സ്കോഡിൻ്റെ പേര് എടുത്ത് പറഞ്ഞിട്ട് വളരെ സന്തോഷമായൊരു ഇതേനു. ആ 3 നമ്പർ അവിടെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. കാരണം പൊക്കാന്നില്ല ഇതിൽ പോയപ്പോഴാണ് ഇവിടെ കുറേ ഫൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ റെക്സ് ബ്രോക്ക് സപ്പോർട്ടായി കയറിച്ചാണ്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് മാഗ് കൊണ്ട് റെഡ് എടുക്കാൻ ബ്രോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവനെ നോക്കാക്കി ഞാൻ ലിമിറ്റിട്ട് കഴിഞ്ഞ് മെഡ് ഹോൾഡാക്കിയിട്ട് ബ്രോ നോക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെക്സ് ബ്രോയിൽ നിന്ന് പൊക്കി മെഡ് ചെയ്തു. എന്നിട്ട് അപ്പത്തിന് പോലെ നോക്കി. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓലെടുത്ത് മെഡൊക്കെ എടുത്ത് ഒന്ന് ഹീൽ ചെയ്ത് കയറി. റെക്സ് ബ്രോനോട് നല്ല ഡാമുണ്ട്, അപ്പോൾ ഒന്ന് കയറി. റെക്സ് ബ്രോ ഒന്ന് കയറി. പിന്നെ നമ്മൾ 3 നമ്പറിനൊക്കെ പൊക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, 18 എനിമീസ് പലയുണ്ട്. അപ്പം ഈ പൊക്കൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇനി അവിടെ പൊക്കാൻ പോയാൽ തന്നെ ഒരാളും കൂടി എലിമിനേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ പൊക്കിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് കുറച്ച് ഇവിടെ 16 അലൈവ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി 13 എനിമീസിൻ്റെ 3 കളിയും കൂട്ടി ഇനി കുറച്ച് ഇപ്പോൾ തന്നെ 15 എനിമീസായി. ഇപ്പോൾ 14 ആയി. ഇനി ഇവിടെ അങ്ങനെ ഫൈറ്റിംഗ് ഉണ്ട്. ആ ക്ലച്ച് ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അതായത് ഒരു ക്ലച്ച് മാത്രം എൻ്റെ കയ്യിൽ കിട്ടിയില്ല ഗൈസ്. ബാക്കി ഇതാ ഈ 7, അതായത് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ക്ലച്ച് എന്നതിൽ, അത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എന്തൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കിട്ടി ഗൈസ്. അപ്പോൾ ഞാൻ ഈ ജനലിൻ്റെ ഇവിടെ നിൽക്കാൻ റെക്സ് ബ്രോ അവിടെ ഉണ്ട്. നമ്മളിവിടെ ഹോൾഡപ്പ് ആക്കി അവിടെ ഫുൾ ഡാമ് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിമിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് ഇവിടെ എനിമിയുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. ഇതാ ഒരുത്തവണ ചാടി, അതൊന്നും ഞാൻ ഫൈറ്റ് എടുക്കാൻ നിന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഫൈറ്റ് ഉണ്ട്. അപ്പോഴാണ് ഞാൻ എലിമിനേറ്റ് ആവുന്നത്. 2 പേരും കൊണ്ട് അവനെ ഫുൾ ഡാം അടിക്കാൻ നേരത്ത് അവർ 2 പേരും എന്നെ തന്നെ. അപ്പോഴത്തെ റെക്സ് ബ്രോ അവിടെ സ്കോഡ് വൈപ്പ് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്നെ പൊക്കണ്ട, 4 എനിമിയേ ഉള്ളൂ, സ്ട്രഗിൾ എടുക്കണ്ട, നിങ്ങൾ ഫൈറ്റ് എടുത്തോളി എന്ന് പറഞ്ഞ് ലാസ്റ്റ് എനിമി പറഞ്ഞാൽ അവിടെ RC റൊണാൾഡോ ആണ് നമ്മളെ എതിരായിട്ട് വരുന്നത്. അപ്പത്തിന് OP മാസ്ക് ഗ്രനേഡിൽ ഡൗൺ ആയി. അപ്പത്തിന് റൊണാൾഡോ കൊടുത്തിട്ട് പോകുന്നത്. പക്ഷേ എന്തോ ഇതിന് ഇതായില്ല. ഈ ടൈമിലാണ് സ്നൈപ്പർ കൊണ്ട് അടിച്ചിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്.